വിഷമിക്കണ്ട. മീനിട്ട് അവിടെ മാളിന്റെ ഒപ്പം കളിച്ചോണ്ടിരിക്കുക. എന്നെ രേണു, ഈ കുളിമുറിയിൽ തെന്നി വീണെന്ന് മീനുട്ടി പറഞ്ഞല്ലോ. കാലിനൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട എന്റെ ശാന്തിച്ചി, നല്ല നീരുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അധികം ദൂരം നടക്കണ്ടെന്നും പറഞ്ഞു. മോളെ മീനുട്ടി, പെട്ടെന്ന് വരണേ. അമ്മ, ഇവിടെ മാളു ചേച്ചി കളിപ്പട്ടങ്ങൾ ഇട്ട് വെച്ച് കളിക്കണ കണ്ടപ്പോ എനിക്ക് കൊതിയായി. അതുകൊണ്ടാ. മീനൂട്ടി, മീനൂട്ടി. അമ്മ, ഇത് അച്ഛൻ വന്നു. അച്ഛന് നേരത്തെയാ? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? നീ അമ്മയെ സഹായിച്ചോ മീനൂട്ടി? ഞാൻ അടിച്ചു വാരാനും പാത്രം കഴുകാനും എല്ലാ ജോലിക്ക് സഹായിച്ചല്ലോ. ഇനി ഞാൻ വലുതാവുമ്പളേ ഡോക്ടർ ആവല്ലോ. എന്നിട്ട് എല്ലാവരും സഹായിക്കൂലോ. മിടുക്കി കുട്ടി. ബാലേട്ടാ, നാളെ മോളെ സ്കൂളിലേക്ക് വിടേണ്ട കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാണ്. ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എങ്ങനെ എന്റെ മോളെ സ്കൂളിലേക്ക് വിടുക? നാട്ടിലാണെങ്കിലോ എവിടെയും തെരുവ് പട്ടികളുടെ ആക്രമണം. നാളെ എങ്ങനെ നമ്മുടെ മോള് സ്കൂളിലേക്ക് പോവാ? നീ വിഷമിക്കേണ്ട എന്റെ രേണു. നമ്മുടെ മോളുടെ ഒപ്പം മാളൂല്ലേ, അവൾ നമ്മുടെ മോളെ നോക്കിക്കോളും. നീ വിഷമിക്കേണ്ട. അമ്മേ, ഇതാ മാളു ചേച്ചി വന്നു. ഞങ്ങള് പോയിട്ട് വരേ. മോളെ മീനൂട്ടി, സൂക്ഷിച്ച് പോണേ. മാളു ചേച്ചി, അവിടെ ദൂരെയാണ് പട്ടികൾ ഒരിക്കലും സൗണ്ട് കേൾക്കണം. എനിക്ക് പേടിയാണ്. നീ പേടിക്കണ്ട മീനൂട്ടി. മാളു ചേച്ചിയുടെ കൂടെ പട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിലേ നമുക്ക് ആ വീടിന്റെ അവിടെ പോയിട്ട് വിളിച്ചിരിക്കേ. മീനൂട്ടി, നീ പറഞ്ഞ ശരിയാ മോളെ. പട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരണം. ഉറക്കം മീനൂട്ടി. എങ്ങനെയുണ്ട്? ചെരുവിലായി കടന്ന് എന്റെ മോൾ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഡോക്ടറെ, മോൾക്ക് സൂചി കുത്തി. ഡോക്ടറെ, എങ്ങനെയാണ് എന്റെ മോളെ നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. മോളെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ സൂചി കുത്തിയിട്ടുണ്ട്. മുഖത്തിനാണ് ഏറ്റവും കൂടുതൽ കടിയേറ്റിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. മോളെ മീനൂട്ടി, കുറച്ചെങ്കിലും കഴിക്കും മോളെ. അമ്മ മോൾക്ക് ഇഷ്ടപ്പെട്ട കഞ്ഞി കൊണ്ടുവന്നുണ്ട്. കഴിക്കും മോളെ. നമ്മുടെ മോൾക്ക് വയ്യാത്തതുകൊണ്ടല്ലേ. അമ്മ, എനിക്കൊന്നും വേണ്ട അമ്മ. കഞ്ഞി കാലൊക്കെ വേദനിക്കണം അമ്മ. എനിക്ക് ഒരു തുള്ളി വെള്ളം വേണം അമ്മേ. ഞാനിപ്പോ മരിച്ചു പോവാ അമ്മ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലോ മോളെ. നമ്മുടെ മോൾക്കൊന്നുമില്ല കേട്ടോ. മോളെ ഞങ്ങൾ വേറെ റൂമിലേക്ക് ആക്കുന്നുണ്ട്. അവൾക്ക് നല്ല പനിയും വയ്യുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ മോള് പോയി. നമ്മുടെ മോള് പോയി. 15 വർഷത്തിന് ശേഷം കിട്ടിയൊരു നിധിയാണ് അവൾ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, അതെല്ലാം തകർന്നു പോയില്ലേ. ഇഞ്ചക്ഷൻ കുത്തിയിട്ട് പോലും ഞങ്ങളുടെ മോളെ തെരുവ് പട്ടികളുടെ ആക്രമണം തലയ്ക്ക് മുകളിലേറ്റാൽ പെട്ടെന്ന് വൈറസുകൾ തലച്ചോറിലെത്തും. ചിലപ്പോൾ ഞങ്ങൾക്ക് അവരെ രക്ഷിക്കാനായില്ല എന്ന് വരും. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് എന്റെ മകൾ ദയനീയമായി മരിച്ചത്. ഒരു അച്ഛനമ്മയ്ക്ക് പോലും ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ അധികാരികൾ തുറന്നേ മതിയാവും. അഥവാ നടപടി എടുത്താൽ തന്നെ അതിനെതിരെ പ്രവർത്തിക്കാൻ എത്തുന്ന പ്രിയപ്പെട്ട മൃഗസ്നേഹികളോട് നിങ്ങളോടൊരു ചോദ്യം. കുടുംബത്തിന്റെ അത്താണിയായേണ്ടവർ നാളത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ